ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഒരു അനുഭവം പറയാൻ വേണ്ടി പോവാണ്. എയർപോർട്ട് ടാക്സി സ്കാം അതിപ്പോൾ പെട്ടൊരവസ്ഥയാണ്. പെട്ടില്ല, ബട്ട് അവർ കാരണം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു. ഒരു സാധാരണക്കാരൻ കാരണം വേറൊരു സാധാരണക്കാരൻ കഷ്ടപ്പെട്ടൊരവസ്ഥയാണ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അതിനൊക്കെ മുന്നേ ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു ഇൻഡിഗോ. മോർണിംഗ് 11 o'clock ഫ്ലൈറ്റ് ആയിരുന്നു. 8 o'clock കണ്ണൂർ എയർപോർട്ടിൽ എത്തേണ്ടതായിരുന്നു. കണ്ണൂർ എയർപോർട്ടാണ്. സമയം അത് 2 മണിയാണേ. ഓക്കെ, ഇവിടെ ഓട്ടോ ടാക്സിക്കാർക്ക് അലൗഡ് അല്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള യൂണിയൻകാർക്ക്, ടാക്സി യൂണിയൻകാർക്ക് പൈസ കിട്ടണം. അത് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളതുകൊണ്ട് കസ്റ്റമേഴ്സും ഗസ്റ്റൊക്കെ കൂടി ഇതേപോലെ 3.5 കിലോമീറ്റർ ആ ചേട്ടൻ പോകുന്നില്ലേ, അതുപോലെ നമ്മൾ അതേപോലെ പോകുന്നത്. നമ്മുടെ ആൾ കൂട്ടാൻ പുറത്ത് വന്നിട്ടുണ്ട് ഓട്ടോയിൽ. അതുകൊണ്ട് അല്ലേ മേ, ഇനി 1.5 കിലോമീറ്റർ. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാ, പേരിന് മാത്രമേ ഉള്ളൂ ഇന്റർനാഷണൽ. തനിക്ക് കുറേ യൂണിയൻകാരും ഉണ്ട് മനുഷ്യന്മാരെ മെനക്കെടുത്താൻ വേണ്ടി, അല്ലേ മേ? ഇത് അടുത്ത കാലത്ത് അങ്ങനെ നന്നാവോ? ഒരു കാലത്ത് നന്നാവൂല ഇങ്ങനത്തെ. ആ റോട്ടിൽ കൂടെ ഉരുട്ടിക്കൊണ്ടാ പറഞ്ഞേ. ഒരു ഇതും ഇല്ല. ടാക്സി ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റാ പറയുന്നത്. അതിൽ നല്ല നടക്കുന്നത് തന്നെയാ. എന്ത് ചെയ്യേ, ഇങ്ങനത്തെ ഓരോന്ന് ആക്കി വെച്ചിട്ട് ഇന്റർനാഷണൽ എയർപോർട്ടാന്ന് പറഞ്ഞു വെച്ചേക്കുക. 11 മണിക്ക് കോരാപ്പൂര് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇൻഡിഗോ ഇട്ട് കറക്കി ഈ 10 മണിക്ക് എത്തേണ്ടത് നമ്മൾ ഇപ്പൊ എത്ര മണിക്ക് എത്തിക്കുന്നത്? 8 മണിക്ക് എത്തുന്നത്. 2 മണിക്ക് എത്തിക്കുന്നത്. ഹാപ്പി ആയി. നമ്മളിപ്പം നടന്ന് എത്ര കിലോമീറ്റർ എത്തിയേ? 1 കിലോമീറ്റർ നിയർ ബൈ. ഏതാണ്ട് ഇത്ര കിലോമീറ്റർ നടന്നെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സൂപ്പർ അല്ലേ? അടിപൊളി യാത്ര. ഈ യാത്ര ഒരിക്കലും മറക്കാൻ പാടില്ല. സോ ലിറ്ററലി ഞാൻ പറഞ്ഞു തരുന്ന ഒരു സാധാരണക്കാരൻ അനുഭവിക്കേണ്ട അവസ്ഥ, അതും വേറൊരു സാധാരണക്കാരുമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? അവര് ഈ ഒരു രീതിയിൽ സ്കാം നടത്തുന്നുണ്ട് നൈസായിട്ട്. ബട്ട് എതിർക്കാൻ ആരുമില്ല, ആരും ഒന്നും പറയാനില്ല. സ്കാമുകൾ നമ്മുടെ കേരളത്തിൽ കൂടിക്കൂടി വരുന്നു. കേരളത്തിൽ മാത്രമേ ഇന്ത്യയിൽ കൂടിക്കൂടി വരുന്നു. ആരും സംസാരിക്കാനില്ല, ആരും എതിർക്കാനില്ല. അവരെല്ലാം നോർമലായിട്ട് കൊണ്ടുനടക്കുന്നു. എന്തൊക്കെ ഇനി അനുഭവിക്കാൻ ബാക്കിയുള്ളതെന്ന് ഫ്യൂച്ചറിൽ കണ്ടറിയാം. സോ ഇറ്റ്സ് ജസ്റ്റ് എ വീഡിയോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കിടുന്ന ഒരു വീഡിയോ ആണ്.